എന്റെ മനസ്സില് എന്റെ അമ്മ ഒരു ദേവി തന്നെയായിരുന്നു. എന്തൊരു നല്ല സ്വഭാവമായിരുന്നെന്നറിയോ എന്റെ അമ്മയ്ക്ക്. എനിക്കറിയാം രാജു, ഞാനും ഇത് കണ്ടിട്ടുള്ളതല്ലേ. രാധമ്മയുടെ സ്നേഹം എനിക്കും കൂടി കിട്ടിയിട്ടുള്ളതല്ലേ. മാഡത്തിനറിയാലോ, ആരോടും ഒരു വഴക്കോ പരിഭവമോ ഒന്നുമില്ല. എല്ലാവരോടും സ്നേഹം. അച്ഛനും അമ്മയും അങ്ങനെ വഴക്കിട്ട് ഞാൻ കണ്ടിട്ടുമില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് ഒന്ന് പിണങ്ങിയാൽ പോലും അല്പം കഴിഞ്ഞ് ചിരിച്ചു വരുന്ന രണ്ടുപേരെ ഞാൻ കാണും. ആ അച്ഛനും അമ്മയാ ഇപ്പൊ ശത്രുക്കളെ പോലെ പെരുമാറുന്ന. ഇതിനെല്ലാം കാരണക്കാരി ഞാനാണെന്ന് ഓർക്കുമ്പോ എനിക്ക് സഹിക്കുന്നില്ല രാജു. ഋതിക മാഡം ഒന്ന് പറഞ്ഞ, ഒരു സമയത്ത് എന്റെ അമ്മയ്ക്ക് എന്ത് ജീവനായിരുന്നു. ആ രമ്യ എന്റെ അമ്മയെ ശരിക്കും ബ്രെയിൻ വാഷ് ചെയ്ത് കളഞ്ഞു. രാജു, ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് ആലോചിച്ചു. തെറ്റുകാരി ഞാൻ തന്നെ, ഞാൻ മാത്രം. എനിക്ക് അർഹതയില്ലാത്തതൊന്നും ഞാൻ ആഗ്രഹിക്കരുതായിരുന്നു. മാഡം ഇങ്ങനെയൊന്നും പറയല്ലേ മാഡം. ഞാൻ അത്ര വലിയ ആളൊന്നും അല്ല. ഒരു സാധാരണക്കാരനെ എന്നെയാ മാഡം വലിയ ആളാക്കി മാറ്റുന്ന. എന്റെ മനസ്സിലെ രാജു വലിയ ആള് തന്നെയാ. അച്ഛനായിരുന്നു ചെറുപ്പം മുതലേ എന്റെ ഹീറോ എങ്കിലും അച്ഛന്റെ സ്നേഹം കിട്ടാതായതോടെ ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു. ആ സമയത്ത് എനിക്ക് കരുതലും കാവലുമായത് രാജുവായിരുന്നു. രാജുവിനെ കണ്ടുമുട്ടിയതോടെ ഒറ്റപ്പെടലിന്റെ വേദനയൊക്കെ ഞാൻ മറന്നു. രാജു എനിക്ക് സ്നേഹം തന്നു. ഇരുട്ട് പരന്ന് എന്റെ ജീവിതത്തില് രാജു വെളിച്ചമായിട്ട് വന്നത്.